യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇതിൽ പങ്കെടുക്കുന്ന വ്യക്തികളെയും കുഞ്ഞുങ്ങളെയും യുവതി യുവാക്കൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഉപവാസ പ്രാർത്ഥനയുടെ 2ാം ദിവസമാണിന്ന്. ഇന്നലെ മുതൽ ആരംഭിച്ച ഉപവാസ പ്രാർത്ഥനയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പരീക്ഷകൾക്കായി ഒരുങ്ങുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവരുടെ ജീവിതത്തെയും ഒരനുഗ്രഹമാകത്തക്ക വിധം ദൈവാനുഗ്രഹം വെളിപ്പെടാൻ വേണ്ടി ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന 10 ദിവസങ്ങളാണ്. ഈ പ്രാർത്ഥന അവസാനിക്കുന്നത് ഫെബ്രുവരി മാസം 6-ാം തീയതി 10ാമത്തെ ദിവസം. അന്ന് സമാപന ദിവസമാണ്. ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസമായത് മാറും. ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് കുഞ്ഞുങ്ങളുടെ പേരുകൾ ഒപ്പം എടുത്ത് പ്രാർത്ഥിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കും. നമുക്കേറെ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 16-ാമത്തെ വാക്യം. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ, അപ്പോൾ ദൈവത്തിൻ്റെ വചനം കണ്ടെത്തണം, ദൈവത്തിൻ്റെ വചനം കണ്ടുപിടിക്കണം, കണ്ടെത്തണം. കണ്ടെത്തിയപ്പോൾ ഞാനവ ഭക്ഷിച്ചു, ഞാനവ സ്വീകരിച്ചു. ദൈവത്തിൻ്റെ വചനം ഭക്ഷിച്ചുവെന്ന്, ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ കണ്ടെത്തി അവയെ ഭക്ഷിച്ചു. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെയും ദൈവവചനത്തെ നാം സ്വീകരിക്കുകയാണ്. കണ്ടെത്തി ഭക്ഷിക്കുന്ന പോലെ തന്നെയാണ് അത് വിശ്വാസത്തിൽ ഏറ്റെടുക്കുകയാണ്. കണ്ടെത്തി ഭക്ഷിച്ചു. അതുകൊണ്ട് അവ എനിക്ക് ആനന്ദാമൃതമായി, അതെനിക്ക് ആനന്ദം നൽകുന്ന ഒന്നിലേക്ക് നയിച്ചു. എനിക്കത് സന്തോഷം നൽകി, സമാധാനം നൽകി, പ്രത്യാശ നൽകി, ആനന്ദം നൽകി. പ്രിയപ്പെട്ടവരെ, ദൈവവചനം ഒരാൾ